നമ്മൾ വന്നിട്ടുള്ളത് റിമോട്ടിൽ നമുക്ക് മിറർ ഫോൾഡ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ടണിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ വരുന്ന ബട്ടണിൽ ലോക്കും മിറർ ഫോൾഡ് ആവുന്നുണ്ട്, അൺഫോൾഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ സെൻട്രൽ ലോക്ക് റിമോട്ടിലേക്ക് അത് കണക്ട് ചെയ്യാൻ പോവാണ്. ഈ ഒരു കിറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആറിൻ്റെ കിറ്റാണ് ഇത്. 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നതാണ്. വയർ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ കിറ്റ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഡോർ പേഡ് ഊരെടുക്കണം. ഇത് നമ്മൾ അതിലേക്ക് ഇത് കണക്ട് ചെയ്യണം. ഈ വരുന്ന റെഡ് വയർ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ കണക്ഷൻ വരുന്നത്. അത് ഡയറക്റ്റ് കറണ്ടിലേക്കാണ്. അത് നമ്മൾ ഡോർ പേഡിൽ നമ്മളെ പവർ വിൻഡോൻ്റെ സ്വിച്ചിൽ ആ വയർ വരും. ഈ ബ്ലൂ വരുന്നത് ലോക്കിലേക്കും ഗ്രീൻ വരുന്നത് അൺലോക്കിലേക്കും. ഈ ഡോർ പേഡ് ഊരി കഴിഞ്ഞിട്ട് ഞാൻ അത് കാണിച്ച് തരാം എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു വൈറ്റ് കപ്ലർ വരും. അത് നമ്മളെ വണ്ടിയിൽ വരുന്ന കപ്ലർ നമ്മളെ മൊഡ്യൂളിലെ കപ്ലറിലേക്ക് കണക്ട് ചെയ്യാം. ഇത് ക്ലിപ്പും കാര്യങ്ങളാണ്, വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് വണ്ടിയിലും ഫിറ്റ് ചെയ്യാം. വാറണ്ടിക്ക് ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല. ഇനി ഇതിൽ വരുന്ന ഗ്രേ കളർ വയറിലേക്ക് നമുക്ക് നമ്മൾ ആ റെഡ് വയർ നേരത്തെ കാണിച്ചില്ലേ, ആ വയർ കണക്ട് ചെയ്യണം. പിന്നെ ഇതിലാണ് ലോക്കും അൺലോക്കും വരുന്നത്. അതിലേക്ക് അത് കണക്ട് ചെയ്യണം. ഫസ്റ്റായിട്ട് നമ്മൾ ഈ വയർ കട്ട് ചെയ്യണമെന്നില്ല, നമ്മൾ ജസ്റ്റ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. ഈ ഗ്രേ കളറിലേക്ക് വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞ് അത് അതേമാതിരി തന്നെ നമ്മൾ ലോക്കിൻ്റെ അൺലോക്കിൻ്റെ വയർ കണക്ട് ചെയ്യണം. ഇതേമാതിരി നമ്മൾ കണക്ട് ചെയ്ത് ഈ വയർ നമ്മൾ പവർ വിൻഡോൻ്റെ സ്വിച്ചിലേക്കാണ് പോകണം. അപ്പോൾ വയർ കണക്ഷന് ഒരു എഴുതിയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിലാണ് ലോക്കും അൺലോക്കും വരുന്നത്. ആ വൈറ്റ് വരുന്നത് ലോക്കും, അതുമാതിരി പിങ്ക് വരുന്നത് അൺലോക്കുമാണ്. അത് അതേമാതിരി കണക്ട് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ലോക്ക് ചെയ്തപ്പോൾ കണ്ടോ മിറർ ഫോൾഡായി, അൺലോക്ക് ചെയ്തപ്പോൾ അൺഫോൾഡായി.